അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീക്ക് ഇൻ മൈ ലൈഫ് വീഡിയോ കൊണ്ടാട്ടോ. അതായത് എൻ്റെ ഒരാഴ്ചത്തെ വിശേഷങ്ങളാണ്. അതായത് നാട്ടിൽ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ചയിലുള്ള കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ അന്ന് ആ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു വീക്കായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നൊരു വീക്കായിരുന്നു. അപ്പോൾ വീക്കിലെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഷോപ്പിങ്ങിലാണ് തുടങ്ങുന്നത്. അറിയാമല്ലോ, നാട്ടിൽ പോകാനായാൽ പിന്നെ ആ ഒരു വീക്ക് ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയും. കാരണം രാത്രിയിലൊക്കെ നമ്മൾ അധികം ഷോപ്പിങ്ങിന് ഇറങ്ങും. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ്. കാരണം ഒരു സൂപ്പർ സെയിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പം മോൾക്ക് ചെരുപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുമ്പം ഷൂസൊന്നും അധികം യൂസ് ചെയ്യില്ലല്ലോ, ചെരുപ്പ് വേണമല്ലോ. നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെരുപ്പ് വേണമല്ലോ. അപ്പോൾ ചെരുപ്പൊക്കെ നോക്കാനും പിന്നെ ബ്രദേഴ്സിൻ്റെ മക്കൾക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നോക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കുകയാണ്. അപ്പം 4 പേരുണ്ട് കേട്ടോ. മൂത്ത ബ്രദറിന് 3 മക്കളും പിന്നെ ചെറിയ ബ്രദറിന് ഒരാളും, അങ്ങനെ 4 പേർക്കുള്ള ഡ്രസ്സ് നോക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം കഴിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. പിന്നെ ഓരോരുത്തരും ഓരോ ഏജാണല്ലോ, അപ്പം ഓരോ സെക്ഷനിൽ ഇങ്ങനെ പോയിട്ട് ഇഷ്ടമാവുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. മോൾക്ക് സോക്സ് വേണമായിരുന്നു ഷൂസിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തു. മോൾക്കുള്ള ചെരുപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവളുടെ സൈസിലുള്ളതില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചെരുപ്പ് നോക്കി, അപ്പം ഇത് കറക്റ്റ് ആയിരുന്നു, അങ്ങനെ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ നോക്കിയിട്ടോ, പക്ഷേ മക്കളുടെ സൈസിലുള്ള ഡ്രസ്സുകളൊന്നും എനിക്ക് അധികം കിട്ടുന്നില്ലായിരുന്നു. കാരണം ഒരുപാട് നോക്കേണ്ടി വരുമായിരുന്നു. അപ്പം ഞാനതെല്ലാം ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് മോളൊക്കെ മാനേജ് ചെയ്യും. കാരണം അവളിങ്ങനെ അധികമൊന്നും ഷോപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അവിടുന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ ഇടങ്ങാറാക്കാൻ തുടങ്ങും. അപ്പം ഇക്ക മോളെയും കൊണ്ട് സ്ട്രോളറിൽ ഇങ്ങനെ കറങ്ങും, ഒക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് അപ്പം ഞാനിങ്ങനെ ഡ്രസ്സുകൾ നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടുള്ളത് R&Bയിലാട്ടോ. അപ്പോൾ R&Bയിൽ കുറച്ച് നോക്കി. അപ്പം എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല. അപ്പം ഞാൻ മോൾക്കുള്ള ഈ ചെരുപ്പ് വാങ്ങിയിട്ട് ഞാൻ പിന്നെ അവിടുന്ന് പോന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ കുറച്ച് മാക്സി ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നോക്കിട്ടോ. പിന്നെ ഞാനെപ്പം പെൺകുട്ടികൾക്ക് ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഞാൻ അധികം ജംപ് സൂട്ടിലേക്കാട്ടോ പോകും. അപ്പോൾ ഈ ഒരു ജംപ് സൂട്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും അവർക്ക് ജംപ് സൂട്ടാണ് വാങ്ങിക്കൊടുക്കുക. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ജംപ് സൂട്ടാകുമ്പം കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷേ അവരെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്രാവശ്യം ജംപ് സൂട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പാർട്ടി വെയർ ഫ്രോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാർട്ടി വെയർ ഫ്രോക്കൊക്കെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്താ പറയുക, എനിക്ക് നാട്ടിലെ ചൂടും ഇതെല്ലാം ആലോചിക്കുമ്പോൾ പിന്നെ പാർട്ടി വെയർ ഒന്നും എടുക്കാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ മാക്സിലേക്ക് പോയിട്ട്, അപ്പം മാക്സിലേക്ക് പോയപ്പം അവിടെ നല്ലൊരു ടോപ്പ് ഉണ്ട്. അപ്പം ഞാനതൊന്ന് കയ്യിലെടുത്തിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ മാക്സിൽ നിന്ന് കേട്ടോ മക്കൾക്ക് 3 ആൾക്കുള്ള ഡ്രസ്സ് എടുത്തത്. അവിടുന്ന് അത്യാവശ്യം നല്ലതുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് 3 ആൾക്കും എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പം അവിടെയുള്ള കളക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതാട്ടോ. അപ്പം ഞാനധികം എനിക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ അധികം സെയിലിൽ തന്നെ വാങ്ങിക്കാറ്. ഫുള്ള് റേറ്റ് കൊടുത്തിട്ട് ഞാൻ ഒരിക്കലും വാങ്ങിക്കാറില്ല. കാരണം നമ്മളിപ്പം ഇന്ന് നമ്മൾ ഫുള്ള് റേറ്റ് കൊടുത്ത് വാങ്ങിക്കാറ്, നാളെ നമ്മൾ ചിലപ്പോൾ വന്ന് നോക്കുമ്പം ആ ഡ്രസ്സ് ചിലപ്പോൾ സെയിലുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയാൽ ഞാൻ സെയിലിൽ എടുക്കാറുള്ളൂ.
അപ്പം ഞാനിപ്പോൾ ആ ടോപ്പ് ഒന്ന് ഇട്ട് നോക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പം നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ശരിക്കും ഇതൊരു സ്ലീപ്പ് വെയർ ആട്ടോ, പക്ഷേ നമുക്ക് നല്ല ടോപ്പൊക്കെ ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾക്ക് ഇക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇക്ക ട്രീറ്റ് തരാനും വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ രാത്രി പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ അവിടെയുള്ള അലോബേറൂത്തില്ലേ, അപ്പോൾ അത് കുറച്ചായി ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ പോയിട്ടില്ലായിരുന്നു. അപ്പം എന്നാൽ അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡിന്നർ കഴിക്കാനാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഫുഡെല്ലാം ഓർഡറാക്കി, നമ്മൾ മജ്ബൂസും ഷവർമയും എല്ലാം ഒന്ന് ഓർഡറാക്കിയിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഫുഡെല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മോശം പറയാനൊന്നുമില്ല, ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഷവർമയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വേഗത്തിൽ തന്നെ ഫുഡ് കഴിച്ച് മോൾക്കും വേഗം മോൾക്ക് കൊടുക്കാനാട്ടോ ഒരുപാട് ടൈം എടുക്കുക. അങ്ങനെ വേഗത്തിൽ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ബർത്ത്ഡേ അല്ലേ, ഒരു കേക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കെന്നാൽ ചീസ് കേക്ക് ഫാക്ടറിയിൽ പോയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതുവരെ ചീസ് കേക്ക് ഫാക്ടറിയിൽ ചീസ് കേക്ക് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യലോ കേക്ക് കട്ട് ചെയ്യലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതാട്ടോ. അപ്പം നമ്മൾ ഗലേറിയ മോളിലൊരു ചീസ് കേക്ക് ഫാക്ടറി ഉണ്ട്, പിന്നുള്ളത് യാസ് മോളിലാട്ടോ. അപ്പം നമുക്ക് അടുത്ത് ഗലേറിയ ആയതുകൊണ്ട് നമ്മൾ അവിടേക്കാട്ടോ പോയത്. പിന്നെ മാഷാ അല്ലാഹ് കേക്കെല്ലാം കട്ട് ചെയ്തു, അങ്ങനെ നമ്മൾ കഴിച്ച് പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത് അന്ന് രാത്രി. പിന്നെ വേറെ അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഒന്നാമത്തെ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈമൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളാട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ അതിലേറെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്, കാരണം മോളുടെ ബർത്ത്ഡേ ആട്ടോ. അപ്പം ഇക്കാൻ്റെയും മോളുടെയും ബർത്ത്ഡേ ഒരു ഡേ ഡിഫറൻസിലാണുള്ളത്. ഇക്ക മെയ് 29 മോള് മെയ് 30 കേട്ടോ. അപ്പം മോളുടെ ബർത്ത്ഡേക്ക് പിന്നെ നമ്മൾ കുറച്ചൊന്ന് കാര്യമായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത്, കാരണം ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക, ഒരു പോപ്പിറ്റ് തീമാട്ടോ ഉദ്ദേശിച്ചത്. അതേപോലെ ഒന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതേപോലെയുള്ള കളറുള്ള ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ആ ഒരു ഇതിൽ പോപ്പിറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മൂത്ത ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ചെറിയൊരു ലഞ്ച് പാർട്ടി, പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം സിമ്പിളായിരുന്നു. നമ്മൾ നാടൻ ബിരിയാണിയും നാടൻ ചിക്കൻ ഫ്രൈയും അങ്ങനെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. പിന്നെ ഡെക്കറേഷനും ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഒറ്റ കയ്യിലല്ലോ. അപ്പോൾ പിന്നെ ലഞ്ചെല്ലാം ഞാൻ സിമ്പിളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഡെക്കറേഷന് നിൽക്കുന്നത്. ചെറിയ രീതിയിലൊരു പോപ്പ് ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ സിസ്റ്ററും എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബലൂണൊക്കെ വീർപ്പിച്ച് തരുന്നതും പിന്നെ സ്റ്റിക്കറെല്ലാം ഒട്ടിക്കുന്നതൊക്കെ അവരാട്ടോ. അപ്പോൾ എനിക്കിഷ്ടം കേട്ടോ മോളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഓരോ തീമാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ തീമായിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേക്ക് ഒരു ബോഹോ തീമായിരുന്നു. അപ്പം ഇപ്പോൾ ഇത് തേർഡ് ബർത്ത്ഡേ കേട്ടോ, 3 വയസ്സായി. അപ്പം തേർഡ് ബർത്ത്ഡേ ഒരു പോപ്പിറ്റ് തീമാണ്. പോപ്പിറ്റ് അല്ലെങ്കിൽ ഒരു കളർഫുൾ തീം എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിനി മോളെ റെഡിയാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് മോളുടെ ഡ്രസ്സ്. പിന്നെ പോപ്പിറ്റ് തീം ആയതുകൊണ്ട് തന്നെ ഒരു പോപ്പിറ്റ് ബാഗും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ക്ലിപ്പും സിമ്പിളാക്കിയിട്ടാട്ടോ. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഭയങ്കര പാർട്ടി വെയർ ഡ്രസ്സൊന്നും അവൾ ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ, കാരണം പിന്നീട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ അവൾക്ക് വാങ്ങിക്കാറ്. അപ്പം ഞാനിപ്പോൾ അവളുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്.
മോൾക്കിങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനൊക്കെ നിന്ന് തരും കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക, മുടിയൊക്കെ വന്ന് ഡ്രസ്സ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ വേഗം നിന്ന് തരും കേട്ടോ. അങ്ങനെ പിന്നെ അതാ ഇങ്ങനെയായിരുന്നു. കേക്ക് നമ്മൾ പിന്നെ ഒരു ഹോം ബേക്കർ എടുത്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ തീമെല്ലാം പറഞ്ഞു കൊടുത്തു, കേക്കിൻ്റെ മോഡലെല്ലാം അയച്ചു കൊടുത്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കേക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാട്ടോ ഡെക്കറേഷൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു. മാഷാ അല്ലാഹ്, മോൾക്ക് 3 വയസ്സായി. ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നും നമ്മൾ കഴിക്കാറില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലെ വിശേഷം കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ വീഡിയോ എടുക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പം എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ദിവസം മുന്നേ കഴുത്തൊന്ന് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധാരണ നമുക്കിങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ പൊസിഷൻ തെറ്റിയാലൊക്കെ നമുക്ക് കഴുത്തുളുക്കുമല്ലോ. അപ്പം ഞാനും അത് അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടൊന്നും വേദന ഒട്ടും കുറയുന്നില്ല. കാരണം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ചെയ്യാണ് എന്നുള്ളത്. അപ്പം ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തേഴ്സ്ഡേ എങ്ങാനും കേട്ടോ. തേഴ്സ്ഡേ എങ്ങാനാണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്ട് തന്നെ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു, ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം ഡോക്ടറെ കണ്ടു, ഞാൻ എക്സ്റേ എടുക്കാൻ പോവാണ്. എക്സ്റേ ഒക്കെ എടുത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ മരുന്നൊക്കെ തന്നു. പക്ഷെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പെയിൻ ഇങ്ങനെ കുറഞ്ഞ് വരുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് പോയിട്ടില്ല. പിന്നെ അന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഡോക്ടറെ അടുത്ത് പോയാൽ അറിയാമല്ലോ, നല്ല ലേറ്റ് ആവും. അന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. ഇക്കയും മോളും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ അന്ന് പിന്നെ ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. അന്ന് തന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ അന്ന് തന്നെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഇറങ്ങിയതാണ് ലുലുവിലേക്ക്. കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോകുമ്പം എല്ലാവരും എന്തായാലും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കില്ല. എസ്പെഷ്യലി എൻ്റെ വീട്ടിൽ ഫുള്ള് മക്കളാണ്. അപ്പം ഇതൊക്കെ എന്തായാലും നിർബന്ധമാണ്. അങ്ങനെ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കാരണം പോകുന്നതിന് മുന്നേ ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഫ്രൈഡേ ആട്ടോ. അപ്പോൾ ഞാനും മോളും സൺഡേ ആണ് നാട്ടിലേക്ക് പോകണ്ടായിരുന്നത്. അപ്പം പിന്നെ സാറ്റർഡേ പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ നേരത്തെ കാലത്തെ എല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം പാക്ക് ചെയ്ത് റെഡി ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രൈഡേ തന്നെ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ലിസ്റ്റെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതെല്ലാം നോക്കി പോയിട്ട് വാങ്ങിക്കുക കേട്ടോ. പക്ഷെ എത്ര ലിസ്റ്റ് ഇട്ടാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും മറന്നു പോകും. അങ്ങനെ ഇപ്പോൾ ആ മറന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് രാവിലെ വന്നതാട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ച് നമ്മൾ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മോമോസോയിൽ വന്നതാട്ടോ. അപ്പം അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് മോൾക്ക് ഒരു ബോട്ടിൽ നോക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വാട്ടർ ബോട്ടിൽ. നാട്ടിലൊക്കെ ചെന്നാൽ വെള്ളം കൂടി എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഹാൻഡ് ബാഗിൽ തന്നെ കൊള്ളുന്ന ടൈപ്പ് ഒരു ബോട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു.
അങ്ങനെ അപ്പോൾ ഞാൻ ബോട്ടിൽ നോക്കുക കേട്ടോ. അപ്പോൾ ബോട്ടിലൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കറക്റ്റ് സൈസിനുള്ളതൊന്നും ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് 60 ദിറംസോളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ. 60 ദിറംസിനൊക്കെ ഒരു ബോട്ടിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു കപ്പ് കണ്ടത് നമുക്കിങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാൻ കൊളാപ്സിബിൾ ടൈപ്പ് കപ്പാണ്. പിന്നെ ഈ ഒരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത് കറക്റ്റ് സൈസായിരുന്നു, പക്ഷേ അത് പൊട്ടുന്ന ബോട്ടിലായിരുന്നു. അപ്പോൾ പൊട്ടുന്ന ബോട്ടിൽ അത്ര എനിക്ക് അങ്ങോട്ട് വേണ്ടാന്ന് തോന്നി. കാരണം നമ്മൾ ബാഗിലൊക്കെ ഇട്ടിട്ട് ബാഗൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെക്കുന്നതല്ല, അപ്പോൾ അത് എന്തായാലും പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൈസിലുള്ള പിന്നെ പറ്റുന്ന ബോട്ടിൽസൊക്കെ പൊട്ടുന്ന ടൈപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ വേഗത്തിൽ തന്നെ തിരിച്ചു പോയിട്ടോ. കാരണം ചെന്നിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി 2 ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അത് വേറൊരു വീഡിയോ ആയിട്ടും ചെയ്യാം. കാരണം അത് കുറച്ചധികം തന്നെ കാണിക്കാനുണ്ട്. നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ പ്രിപ്പറേഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കുറച്ചധികം തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ വീഡിയോ കുറച്ചധികം തന്നെ ലെങ്ത്തായി പോകും. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ടേക്ക് കെയർ. ബൈ.